ഇവിടെയുള്ളവരാണ് ഇപ്പോൾ ഇടയ്ക്ക് എൻ്റെ വായി കുത്തി കയറ്റാൻ നോക്കണം. ചില ആളുകളുണ്ട്. താൻ തന്നെ തുടങ്ങിയോ? ആ അതെ, 11-ാം ദിവസം എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പം അതിനെ കൂടുതലായിട്ടും പലരുമൊക്കെ ചെയ്യുന്നത്. ദിവസത്തിന് പ്രസക്തിയൊന്നുമില്ല. വി സതീശനെ അവരുടെ കോൺഗ്രസിൻ്റെ സംസ്കാരം അനുസരിച്ചും പാരമ്പര്യം അനുസരിച്ചും AICC അവർ നോമിനേറ്റ് ചെയ്യും. അവർ നോമിനേറ്റ് ചെയ്തു. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഡിക്ലെയർ ചെയ്തു. കോൺഗ്രസ്സുകാരെല്ലാം ആഹ്ലാദത്തോടു കൂടി അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും കേരളത്തിലെ വളരെ വമ്പൻ വിജയമാണ് UDF ലഭിച്ചത്. പ്രതീക്ഷിച്ച വിജയം LDF കിട്ടിയില്ല. പ്രത്യേകിച്ചും വളരെ പ്രതീക്ഷ LDF ഞാൻ തന്നെ പറഞ്ഞാണ് പിണറായി ഭരണത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാനെന്നാണ് പറഞ്ഞത്. അത് നടക്കുമോ നടക്കില്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും നടന്നില്ല എന്ന് മാത്രമല്ല, UDF വളരെ ഗംഭീരമായി ജയിച്ചത് ചെറിയ വോട്ടിനല്ല, വലിയ ഭൂരിപക്ഷത്തിൽ. അതും മാത്രമല്ല, 100 സീറ്റാണ് അവർ പറഞ്ഞതെങ്കിൽ പോലും അതൊരു രസത്തിന് പറഞ്ഞതാണ്. പക്ഷേ 102 സീറ്റ് നേടുവാൻ UDF സാധിച്ചു. അതവിടെ കൂട്ടായ പ്രവൃത്തി. അതിൽ രമേശനായാലും VD സതീശനായാലും വേണുഗോപാലായാലും ഇവരെല്ലാം ഒരേ മനസ്സോടുകൂടി തന്നെ UDF നയിച്ച് ഭരണം പിടിച്ചെടുക്കുവാനുള്ള അവരുടെ പരിശ്രമത്തിൽ ഘടകകക്ഷികളും ഇവിടെ സജീവമായി അവരോട് സഹകരിച്ചു. അതിൽ പൂർണ്ണ വിജയമൊന്നുമില്ല, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നേടാൻ UDF സാധിച്ചു. ഇന്ന് സത്യപ്രതിജ്ഞ അടുത്ത ദിവസമാണ്, തിങ്കളാഴ്ച കൊണ്ടുവന്ന് കേട്ടു. ഇന്ന് മിസ്റ്റർ സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലാസ്റ്റ് നിമിഷം വരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. 3 പേരുകളിലും ഡിസ്കഷനിലുണ്ടായിരുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയും ഏറ്റവും ഒടുവിൽ KC തന്നെ വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷെ അവസാനമാണ് വീണ്ടും തിരിഞ്ഞു പറഞ്ഞ VD സതീശനിലേക്ക് എത്തുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ സങ്കടമുണ്ട്, നിരാശയുണ്ട് എന്നുള്ള വിവരങ്ങളും കേൾക്കുന്നു. ഇപ്പോൾ KC മോശക്കാരനല്ല. ഇത്തവണത്തെ വിജയത്തിന് അതിൻ്റെ വിജയത്തിൻ്റെ ഒരു രാജശില്പി വേണുഗോപാൽ തന്നെയായിരുന്നു. കാരണം ആളുകൊണ്ടും അർത്ഥം കൊണ്ടും നയവും നയരൂപീകരണവും തന്ത്രങ്ങളിലെല്ലാം വളരെ സ്വാധീനം ചെലുത്താനുള്ള തെരഞ്ഞെടുപ്പിൽ മിസ്റ്റർ വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം MP ആയിരുന്നു. MP ആയ ആളിങ്ങനെ ഒരു മത്സര രംഗത്ത് ആഗ്രഹിക്കുന്നുവെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ തന്നെയും അദ്ദേഹം വളരെ കാര്യമായിട്ടും ആത്മാർത്ഥമായിട്ടും സമ്പത്ത് കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും ഈ പ്രവർത്തനത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ശില്പി മിസ്റ്റർ വേണുഗോപാലാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ വിമർശിച്ച് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ ഇന്ന് മിസ്റ്റർ സതീശന് സാധിച്ചു എന്നുള്ളത് ചെറുതായും കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിപ്പാട് MLA ചെന്നിത്തല, അദ്ദേഹം വളരെ ആഗ്രഹത്തിനും പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും കപ്പലും ചുണ്ടിനും ഇടയിൽ വെച്ച് തട്ടിപ്പോയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാനം കിട്ടും. സീനിയറായതുകൊണ്ടും പ്രവർത്തന പാരമ്പര്യവും ഭരണപരിചയമുള്ള ഒരാളെന്ന് അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന് നിരാശയുണ്ട്. അദ്ദേഹം ഈ ഭരണത്തിൽ പങ്കുചേരുന്നില്ല എന്ന് പറഞ്ഞതായിട്ട് ഒരു TV കണ്ടു. എന്തുമാകട്ടെ,
അദ്ദേഹത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു. എന്തുമാകട്ടെ, ഇവരെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ ഭരണപക്ഷത്തിൽപ്പെട്ട എല്ലാ ഘടകകക്ഷികളും നേതാക്കന്മാരും വിജയിച്ചു. ചെറിയ വിജയമല്ല, വൻപൻ വിജയം നേടി. അത് നമ്മളെല്ലാം കണ്ടു. അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയം. ഇപ്പം തന്നെ കണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചിത്തൻ തോറ്റുപോകുന്ന സ്വപ്നത്തിലാരും വിചാരിച്ചതല്ല. ചിത്തൻ തന്നെ എത്രയോ ദയനീയമായിട്ടാണ് തോറ്റത്. അങ്ങനെ കേരളത്തിൽ വലിയൊരു സുനാമി തന്നെ വന്നു. ആ സുനാമിയിൽപ്പെട്ട് പ്രതിപക്ഷം LDF തകരുകയും UDF അതിഗംഭീരമായി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നേരി. സാധാരണ MLA-മാരുടെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിലൊക്കെ വരാറുള്ളത്. MLA-മാരുടെ ഭൂരിപക്ഷം KC വേണുഗോപാലിനായിരുന്നു. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അവർ അഭിപ്രായം പറയുന്നു. അതിനുശേഷമാണ് ഒരു മാറി ചിന്തിക്കുന്നതിലേക്ക് ഒരു ACC പോകുന്നത്. അപ്പോൾ ലീഗിന്റെ സമ്മർദ്ദമാണ് അവിടെ. അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നീക്കെല്ലാം അറിയാം. അത് എൻ്റെ വായിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ജനങ്ങൾക്കും അറിയാം. ജനങ്ങളെല്ലാം അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ്. ആരുടെ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചെന്നോ, ചിലരെ ഉൾക്കൊള്ളാൻ ചില നിയമങ്ങൾ, ചിലരെല്ലാം ഉൾപ്പെടാതിരിക്കാനുള്ള നിയമങ്ങൾ, ഇതെല്ലാം തീരുമാനിക്കാൻ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് നമ്മളാരുമല്ല. നമുക്ക് അഭിപ്രായങ്ങൾ പലരും പറയാം. AICC നിന്ന് വന്ന നിർദ്ദേശം അനുസരിച്ച് അവർ കോൺഗ്രസ്സുകാരൊരാൾ നിശ്ചയിച്ചു. അത് നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അത് അനുസരിക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ ഒരു അധികാരവുമില്ല, നമുക്ക് അവകാശവുമില്ല. ഈ KC പക്ഷത്തെയും ഒപ്പം രമേശ് ചെന്നിത്തല പക്ഷത്തെയും ആളുകൾ ഇപ്പോൾ ചില പ്രതികരണങ്ങൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ VD സതീശിന് വേണ്ടി വലിയൊരു മുറവിളി ഉണ്ടായി. അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് അക്കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതിന് പിന്നിൽ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മീഡിയയിൽ കേൾക്കുമ്പോൾ ഞാനെല്ലാ മീഡിയയിലും കാണുന്നതിലെല്ലാം ഞാൻ നോക്കാൻ മിക്കവാറുള്ളത്. അപ്പോൾ അതിലെല്ലാം വരുന്ന ഓരോന്ന് കമൻറ്റ് വരുമ്പോൾ അത് ആദ്യം പറഞ്ഞിരുന്ന അല്പം വ്യത്യസ്തമായിട്ട് ചില ട്വിസ്റ്റ് ചെയ്ത് വരുന്ന കാണാം. ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന എന്നെപ്പോലും കയറ്റി ചടിക്കും. എനിക്കിതുമായിട്ട് എൻ്റെ ബന്ധം ഒരു ബന്ധമില്ലാത്ത തന്നെ ഞാൻ കാരണമാണ് ഇതെല്ലാം തോറ്റുപോയെന്ന് പറയും. ഇത് ഞാൻ കാരണം തോക്കാനും ജയിക്കാനും എന്താ കാര്യം? ഞാൻ കാരണമാണ് തോറ്റുപോയെന്നും ജയിച്ചെന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ പറയാത്തത് ഇതിനകത്ത് നിന്ന് ചില മാന്യന്മാർ അനൗൺസ് ചെയ്ത് വിട്ട് ഇതൊക്കെയുള്ള ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ആരാണ്? മീഡിയകളാണ്. അവരാണ് ആശയങ്ങൾ ജനങ്ങളിലേക്കുള്ളിലേക്ക് കയറ്റി കൊടുത്തുകൊണ്ട് ആശയങ്ങളിലൂടെ അതിന് ആളുകളിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മളെല്ലാം ഈ നേരെ പറയുക എന്നുള്ളതല്ലാതെ അതെല്ലാം ഒളിച്ചു വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭരണവും ഭരണത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറയേണ്ട കാര്യമില്ല. ഞാൻ അവരിൽപ്പെട്ടവരാരും